പയറുകളുണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചതുരപ്പയർ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുറേയേറെ കിട്ടിയത് കഴിക്കാനായിട്ടും പറിക്കാനായിട്ടും. ഇപ്പോഴും വിത്ത് നിർത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരിനാണ്. നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ തനി നാടൻ ചതുരപ്പയർ. തനി നാടൻ എന്ന് പറയാൻ കാരണം രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയൊക്കെ ഇവന് ഭയങ്കര കൂടുതലാണ്. ഇവിടെ നമ്മൾ നട്ടേക്കുന്നത് ഈ താമരയുടെ ഇടയിലായതുകൊണ്ട് ടബുകൾക്ക് മേളിലാണ് ഇവൻ പടർന്ന് കിടക്കുന്നത്. അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ കായ്കൾ ഇടയ്ക്കൂടെ നിൽക്കുന്ന കാണാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങൾക്കും കായകൾ നിൽക്കുന്നത് കാണാൻ പറ്റുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ടബിൻ്റെ ഇടയിലൊക്കെ പടർന്ന് കയറി അവിടെ എല്ലാം ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നത്. പക്ഷേ ഒരു സംഭവമാണ് ഈ ചതുരപ്പയർ. അപ്പം ഇന്നത്തെ കാഴ്ച ചതുരപ്പയറിനോടൊപ്പം തന്നെ തുടങ്ങാം നമുക്ക്. ചതുരപ്പയർ തന്നെ ആവട്ടെ അല്ലേ. നമ്മുടെ നാടൻ ഇനങ്ങളല്ലേ നമ്മളെപ്പോഴും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. താമരയിലും ഇവന്മാർ പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ കാഴ്ചകൾ ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. കാരണം ഈ ചതുരപ്പയർ ചെറുതായിട്ട് നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് വിശദമായിട്ടൊന്ന് ഒരെണ്ണം എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല, ഇത്രയും കായ്ച്ചു എന്നുള്ളത്. പിന്നെ വേറൊരു അത്ഭുതം, ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യമാണ് ചതുരപ്പയർ കായ്ക്കുന്നത്. എനിക്ക്